ചിലർക്ക് ടി വി ഓപ്പൺ ചെയ്യാനേ പറ്റുന്നില്ല. ടി വിക്കകത്ത് ഈ വെടിയും പടയും എല്ലാം കേൾക്കുമ്പം അവർക്ക് അന്ന് ഉറങ്ങാൻ പറ്റുകയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ടി വി ഓഫ് ചെയ്ത് വെക്കും. ചിലർക്ക് പത്രം വായിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് ഇതൊന്നും പ്രശ്നമല്ല, അവരെല്ലാം കാണുകയും ചെയ്യും, വായിക്കുകയും ചെയ്യും, സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് ആരാ തീരുമാനിക്കുന്നത്? കൺസേൺഡ് ആയിട്ടുള്ള ആള് മാത്രം. ആ പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷനാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ന്യൂറോ എന്ന് പറഞ്ഞാൽ മനസ്സ്, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷ, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തിനും ഒരു പ്രോഗ്രാം ഉണ്ട്, അല്ലേ? ഇവിടെ നിന്നിപ്പം മാർക്കറ്റിൽ പോകണമെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ചുമ്മാ അങ്ങനെ പോവുകയല്ലോ, ഒരു പ്രോഗ്രാമായിട്ടല്ലേ പോകുന്നത്. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകാം, അല്ലെങ്കിൽ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം. അവിടെ ചെന്നിട്ട് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോരാ. അതൊരു പ്രോഗ്രാമാണ്. അങ്ങനെ എല്ലാ കാര്യത്തിനും, ഏത് കാര്യം ചെയ്യുന്നതിനും പ്രോഗ്രാമുണ്ട്. ഞാനൊരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയത്തില്ല. ഇല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഞാനത് പറയാം. നമ്മുടെയൊക്കെ ബസ്സിന് കാത്തു നിൽക്കുക. എന്തിനാ കാത്തു നിൽക്കുന്നത്? ബസ് വരും, ഉടനെ ബസ് നിർത്തൂ എന്നുള്ള ഉദ്ദേശത്തില് ഞാൻ കൈ കാണിക്കും, ഞാനോ നിങ്ങളോ ആരെങ്കിലും. പക്ഷെ ബസ് നിന്നില്ല. അത്യാവശ്യമായിട്ട് ഇന്ന സ്ഥലം വരെ പോകണം താൻ. നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ആ ബസ്സിന് ഇടയൊക്കെ എന്നാലും അവർ നിർത്താതെ പോയി. സാധാരണഗതിയിൽ എല്ലാവർക്കും ചെറിയൊരു ദേഷ്യം, ഒരു ഷൗട്ടിംഗ് ആണ്, ദേഷ്യമാണ്. ഇതുപോലെ വൈകാരിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പറയുന്നത് പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത്. സങ്കടം വന്നാൽ അതൊരു പ്രശ്നമാണ്. എൻ്റെ പോക്കറ്റിൽ നിന്നും ഉണ്ടായിരുന്ന 1000 രൂപ ആരെങ്കിലും അടിച്ചു മാറ്റി, അത് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരും, അല്ലെങ്കിൽ അയ്യോ എൻ്റെ കാശ് പോയെന്ന് പറഞ്ഞിട്ട് സങ്കടം വരും. ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യവും എല്ലാം പ്രശ്നങ്ങളാണ്. ചിലർക്ക് അയൽവക്കത്തെ വീട്ടിലെ 2 നില കെട്ടണം, ആദ്യം ഒരു നിലയായിരുന്നു, രണ്ടാമത്തെ നില പണിത് കഴിഞ്ഞപ്പോൾ എനിക്കിത് വലിയൊരു പ്രശ്നമായി. കാരണം എൻ്റെ ഇപ്പോഴും ഒരു നിലയാ, അപ്പൊ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ എൻ്റെ 2ാം നില ആക്കുന്ന വരെ എനിക്കത് പ്രശ്നമാണ്. ഇല്ലെങ്കിൽ അവനാ ചുമ്മാ തമാശനെ പോകുമ്പം തോമസേന്ന് വിളിച്ച് ചുമ്മാ ഒന്ന് ചിരിക്കും. പക്ഷെ അത് വലിയൊരു പ്രശ്നം, എനിക്ക് ഭയങ്കര നാണക്കേടായി. അവൻ എന്നെ കളിയാക്കി ചിരിച്ചു. പിന്നെ എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റിയല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വീട് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും മലമ്പ്രദേശത്ത് പോയി താമസിക്കാം. അവനെ കാണണ്ട, ആ വീടും കാണണ്ട. കാരണം ആ വീട് എന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നമാണെന്നേ. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ വേറെ ആൾക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളുടെയൊക്കെ സൊല്യൂഷൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ NLPയുടെ പ്രോഗ്രാമിംഗ് കൊണ്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തിനെ നമ്മൾ നോർമലാക്കി കാണുക എന്നുള്ളതാണ്, എല്ലാ കാര്യങ്ങളും. അതാണ് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. ഭൂമി ഉണ്ടായ കാലം മുതൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ ദേഷ്യം, സങ്കട, പേടിയൊക്കെ ഉണ്ടാകാതാണ്. ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് ദേഷ്യം വരുന്നതാണ്, അതുപോലെ എനിക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറയും, ടേക്ക് ഇറ്റ് ഈസി, നോർമലാണ്. എനിക്കിപ്പോൾ സങ്കടം വന്നു കൂട്ടുക, എൻ്റെ എന്തോ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിനാ പറയുന്നത്, അയ്യോ എൻ്റെ കാശ് പോയല്ലോ. അപ്പോൾ പറയും, കാശെന്ന് പറയുന്ന വരും പോവുമൊക്കെ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയും. ആദ്യമൊന്നും സമ്മതിക്കുകയല്ല. അപ്പോൾ പറയും, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നാ കാര്യം ചെയ്യുന്നു, പോയ കാര്യം പോയില്ലേ, വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു, അത്ര തന്നെ. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മൈൻഡ് ആ ആ ചിന്ത അങ്ങോട്ട് വരും, ശരിയാകട്ടെ, ഇത് നോർമലാണ്, ഈ പൈസ എന്ന് പറയുന്ന വരാനും പോകാനും ഉള്ളതാ, ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയും. ഇതാണ് പുതിയ ചിന്ത. അപ്പോൾ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾക്കൊരു നെഗറ്റീവ് വികാരം ഉണ്ടാകുന്നു, അടുത്ത ചിന്ത കൊണ്ട് സന്തോഷമായിട്ട് മാറും. അപ്പൊ മനസ്സിനെ എപ്പോഴും സന്തോഷത്തിന്റെ നിലയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിന്തകളെ കൺവേർട്ട് ചെയ്യുന്നത്. Replacing the old thought, the one which makes you feel bad, that is being replaced by a new thought. ആ ന്യൂ തോട്ടിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ടു റിമൈൻ ഓൾവേസ് ഹാപ്പി.